ഹേ ഗൈസ്, വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീടിന് ഉമ്മർത്ത അവസ്ഥ എന്താണെന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്ക വീട്ടിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇന്നലെ അത്രയും പടക്കം പൊട്ടിച്ചപ്പോഴും പിറ്റേ ദിവസം ഇത് എനിക്കുള്ളൊരു പണിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നോടെ കളി, ഞാനത് എന്റെ അനിയത്തിയും അച്ഛന്റെ തലയ്ക്ക് അങ്ങ് ഇട്ടു. എന്നത്തെയും പോലെ രാവിലെ തന്നെ പുട്ടും കടലക്കറിയായിരുന്നു ഇവിടെ. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ പരിപാടികളെല്ലാം മേമങ്ങ ഏറ്റെടുത്തു. ഫുഡ് വെച്ച് പാത്രം തികയേണ്ടായപ്പോ അവസാനം ഞാനും അനിയത്തിയും തറവാട്ടിൽ പോയിട്ട് പാത്രങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അപ്പോഴേക്ക് ഇവർ രണ്ടാളും കൂടി ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. പിന്നെ മേമയുടെ വക കുറെ തഗ്ഗും കോമഡിയും അത് വേറെ. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചിട്ട് വന്നു. ഇതെന്നുള്ള പരിപാടി ഒന്നല്ല, ഇന്നൊരു നല്ല ദിവസമല്ലേ. ഞങ്ങളുടെ തറവാട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയായ കാരണം എല്ലാവർക്കും ഇവളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ഇപ്പൊ ഗർഭിണിയും കൂടി ആയപ്പോ അത് കൂടുതലായി. ഉച്ചക്കലത്തെ ഫുഡ് അടി പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാരും കൂടി അമ്മായിയുടെ വീട്ടിലേക്ക് വിട്ടു. അളീനെ അവളും കൂടി പുറകിൽ വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ മൂന്നാൾ ഓട്ടർഷിക്കാണ് പോയത്. സത്യം പറഞ്ഞ ഇവിടുന്ന് അവിടം വരെ എത്തണവരെ എന്തോ ഒരു ഓഫ് റോഡിന് പോയ ഫീലിംഗ് ആയിരുന്നു. അതിനിടയിൽ അച്ചുട്ടി ഒന്ന് ഉറങ്ങാൻ നോക്കി. അതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ 2 കുരുപ്പുകളുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ സമയം പോണത് ഞങ്ങൾക്ക് അറിയാം. ആ നിൽക്കുന്ന ചോപ്പിട്ടതാണ് ഒന്നാമത്തെ കുരുപ്പ്, അതാണ് രണ്ടാമത്തെ സന്തതി ചേച്ചി. പുള്ളി അബാക്കസിനൊക്കെ പോയിട്ട് ഫസ്റ്റ് മേടിച്ചതിന്റെ മെഡലൊക്കെ എടുത്ത് കാണിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അവിടെ കണ്ണി വെച്ചതായിരുന്നത്. എവിടെയെങ്കിലും പോയാൽ ഇവളുടെ കയ്യും കാലം അനങ്ങാണ്ടിരിക്കുന്ന ചരിത്രമില്ലല്ലോ. പിന്നെ മാങ്ങ ഉപ്പുമുളക് ഇട്ട് തിന്നാന്ന് പറഞ്ഞപ്പോ ഞാനും അതിലങ്ങ് വീണു. വീടിന്റെ വാതിൽ ഓർന്ന കാണുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഉമ്മർത്തന്നെ പാടായോണ്ട് രാവിലെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖം അത് വേറൊരു ഫീലാണ്. ഞങ്ങൾ മാങ്ങൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചി വള്ളിയനും എത്തിയത്. ഇവിടേക്ക് വരുമ്പോ മഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഈ 2 മേമയാണ് കേട്ടോ ഞാനും വെച്ചുട്ടി. പിന്നെ ഇവിടുത്തെ എന്റെ ചേച്ചിയുടെ ഒന്നാമത്തെ സന്തതിയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ചെറുത് വരച്ച പടങ്ങളൊക്കെ എന്റെ ചേച്ചിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിത്രം കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവാത്തോണ്ട് അവളെ തന്നെ ഞങ്ങൾ അത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകിട്ടത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോ പാടത്തേക്ക് പിന്നെ നടക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി. ഇവിടെ വന്നാ വൈകിട്ട് പാടത്തേക്ക് ഇറങ്ങണത് മസ്റ്റാണ്. അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ കുറെ നേരം അവിടെ നടന്നു. അവിടെ പോയ ഈ ചെറുതാണ് എന്റെ വലങ്കൈ. ഇനി കുറച്ച് പേര് റൊമാൻസ് കാണാം. പിന്നെ എല്ലാവരും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇവരുടെ കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ അവിടുന്ന് കുറെ പോത്തും കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കനാലിനടുത്തേക്ക് നീങ്ങുന്നു. അവരും അതിൽ കൂടെ പൊക്കോട്ടെ, വെറുതെ തന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ നിൽക്കണം, അല്ലാണ്ട് പേടിയൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ നേരെ കിട്ടിയപ്പോ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചപ്പോഴേക്കും ചേച്ചി ജോലി കഴിഞ്ഞ്. പിന്നെ എല്ലാവരും ആ ചെറുതിനിട്ട് വെറുതെ കളിയാക്കാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഇത് കരച്ചിലായി. ഇതാണ് ഞാൻ വീഡിയോയിൽ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞത്. അതായത് ആ 2 കുരുപ്പിന്റെ അമ്മ. അപ്പൊഴേക്ക് ഞങ്ങൾക്ക് പോവാറായി. 8 മണിയായപ്പോ കാർ വന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഇവരും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചു നേരം പാട്ടൊക്കെ വെച്ച് ഫുൾ ഓണായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതായ അവസ്ഥ. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി. അവർ തിരിച്ച് കാറിൽ വീട്ടിലേക്ക് പോകാൻ ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.